നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂരിൽ ജെയ്ഷെ നേതാവും കാണ്ഡഹാർ വിമാന റാഞ്ചലിലെ പ്രധാനിയുമായിരുന്ന അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഇന്ത്യ നടത്തിയ തിരച്ചിലിനിടയിലാണ് ഈ കൊടും ഭീകരൻ കൊല്ലപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജെയ്ഷെ സ്ഥാപകൻ മസൂദ് അസറിന്റെ സഹോദരനാണ് അബ്ദുൾ റൌഫ് അസർ. കഴിഞ്ഞ ദിവസം ബഹവൽപൂരിൽ നടന്ന തിരച്ചിലിനിടയിലാണ് റൌഫ് അസർ കൊല്ലപ്പെട്ടത്. ഇയാൾക്കൊപ്പം മറ്റ് 13 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ഇക്കാര്യം ജെയ്ഷെ നേതൃത്വം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 24 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അബ്ദുൾ റൌഫ് കാണ്ഡഹാർ വിമാന റാഞ്ചൽ പദ്ധതിയിട്ടത്. ഇന്ത്യയിൽ തടവിൽ കഴിയുകയായിരുന്ന തന്റെ സഹോദരൻ മസൂദ് അസറിനെ വിട്ടുകിട്ടാനായിരുന്നു കാണ്ഡഹാർ വിമാന റാഞ്ചൽ ഉണ്ടായത്. 1999 ഡിസംബറിൽ 179 യാത്രക്കാരും 11 ജീവനക്കാരും കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ച യാത്രാ വിമാനം തീവ്രവാദികൾ റാഞ്ചുകയായിരുന്നു. ഹർക്കത്ത് ഉൽ മുജാഹിദീൻ എന്ന ഭീകര സംഘടനയിൽപ്പെട്ട 5 അംഗങ്ങളാണ് വിമാനം റാഞ്ചിയത്. തുടർന്ന് യാത്രക്കാരെ ബന്ദികളാക്കി മസൂദ് അസർ അടക്കമുള്ള ഭീകരർക്കായി റാഞ്ചുകൾ വിലപേശി. ഒടുവിൽ വാജ്പേയി ഭരണകൂടത്തിന് ഭീകരരുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ അടിയറവ് പറയേണ്ടി വന്നു. മസൂദ് അസർ അടക്കമുള്ള ഭീകരരെ വിട്ടു നൽകിയതിനു ശേഷമായിരുന്നു അന്ന് ബന്ദികളെ മോചിപ്പിക്കാൻ സാധിച്ചത്. അന്ന് കാണ്ഡഹാർ വിമാന റാഞ്ചലിലെ പ്രധാനിയായിരുന്ന സൂത്രധാരനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്.